ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, അതായത് ഏറ്റവും സുപ്രധാനമായ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകളിലെ വസ്തുക്കളെ കുറിച്ചാണ്. അതായത് 157ഓളം കണ്ടെയ്നറുകളിൽ ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വിഷാംശങ്ങളുള്ള വസ്തുക്കളുണ്ട്, ഒപ്പം തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ട്. ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷപ്പെട്ട ജീവനക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ പറയുന്നത് പോലെ കപ്പലിൽ നിന്നും 50 കണ്ടെയ്നറുകളാണ് നിലവിൽ കടലിൽ പതിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 50 കണ്ടെയ്നറുകളിൽ എന്താണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി സംസ്ഥാന സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതിനു പുറമെ ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ 157 കണ്ടെയ്നറുകളിൽ ഗുരുതര സ്വഭാവമുള്ള രാസവസ്തുക്കൾ ഉള്ള കണ്ടെയ്നറുകളാണ് എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും കടലിൽ വീണിട്ടുണ്ടോ, കടലിൽ പതിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കേരള തീരത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും ഈ കണ്ടെയ്നറുകൾ ഏത് ഭാഗത്തേക്കായിരിക്കും നീങ്ങുക എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരു അന്താരാഷ്ട്ര കപ്പൽച്ചാലിലാണ് സംഭവം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പൂർണ്ണ ഏകോപനത്തിലാണ് ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനവും മറ്റ് തുടർ പ്രവർത്തനവും ഒക്കെ നടക്കേണ്ടത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാന സർക്കാർ ഓരോ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജാഗ്രത അത് സംസ്ഥാന സർക്കാർ പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഭദ്ര. വ്യക്തമാണ് ഷീജ.